പവിത്രം സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ വേദ വിക്രമിന്റെ മുറിയിലേക്ക് കയറി ചെല്ലുന്ന കാണുമ്പോൾ വിക്രം ചോദിക്കുക, വേദാളം നീ എത്തിയോ? അപ്പോൾ വേദയാണെങ്കിൽ വിക്രമിന്റെ അരികിലേക്ക് ചെന്നിട്ട് ചോദിക്കുക, ഞാൻ ഇന്നൊരു വാർത്ത കണ്ടു. പ്രോഗ്രസീവ് പാർട്ടിയുടെ നേതാവായിട്ട് ആ ശ്രീനിവാസനാണോ നിൽക്കുന്നത്? ഇത് കേൾക്കുമ്പോൾ വിക്രം പറയാം, അത് നീ അറിഞ്ഞോ? മുൻപും സാറ് തന്നെ നിൽക്കേണ്ടത്, ആ അവസരം കയ്യിൽ പോയി. എന്തായാലും ഈ വട്ടം സാറ് തന്നെ ജയിക്കും. വേദ ദേഷ്യത്തിൽ ചോദിക്കുകയാണ്, അതിനായിരിക്കും ഇലക്ഷന്റെ എല്ലാ ഡ്യൂട്ടിയും നിങ്ങളെ തന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. നിങ്ങളോട് സംസാരിച്ചിട്ട് കാര്യമില്ലെന്നറിയാം, എങ്കിലും ചോദിച്ചു പോവാ. അയാൾ വലിക്കുന്ന ചരടിനനുസരിച്ച് നിങ്ങൾക്ക് നീങ്ങാൻ പറ്റുമല്ലേ? അപ്പോൾ വിക്രം പറയാണ്, അത് പിന്നെ പാർട്ടിയിൽ എല്ലാവരും പറഞ്ഞപ്പോൾ വേദ ചോദിക്കുക, അതിന് നിങ്ങളെന്നാ പാർട്ടിയിൽ ചേർന്നത്? ഇതെല്ലാം അപ്പുറത്ത് നിന്ന് ശ്രീജയെടുത്തിയും അമ്മയും കേൾക്കുന്നുണ്ട്. വേദ ചോദിക്കുകയാണ്, നിങ്ങളെന്നാ പാർട്ടിയിൽ ചേർന്നത്? നിങ്ങൾ പാർട്ടിക്ക് വേണ്ടി ഗുണ്ടാപ്പണി നടത്തുന്ന ആളല്ലേ? അപ്പോ നിങ്ങളുടെ മുഖഛായ മറയ്ക്കാനായിട്ടാണ്, അതിനായിട്ടാണ് ഈ പ്രഹസനമെങ്കിൽ നിങ്ങൾക്കൊരു സ്ഥാനം തന്നത് തന്നെ അയാൾ ജയിക്കുമ്പോൾ അയാൾക്ക് വേണ്ടി പിന്നീടുള്ള എല്ലാ തെമ്മാടിത്തരങ്ങളും ചെയ്യാനായിട്ട് ഒരു സ്ഥാനാർത്ഥി. പിന്നെ ശ്രീനിവാസന്റെ അധോലോകത്തിന്റെ മുഴുവൻ താക്കോലും വിക്രമിന്റെ കയ്യിലാവും അല്ലേ? അയാൾ ജനസേവകന്റെ കുപ്പായമിട്ട് നിൽക്കുമ്പോൾ അയാൾക്ക് വേണ്ടി എന്ത് തെമ്മാടിത്തരം ചെയ്യാനും പിന്നൊരു തെമ്മാടി, അതല്ലേ നിങ്ങളുടെ സ്ഥാനം? നിങ്ങൾ ഒരിക്കലും നന്നാവാൻ പോകുന്നില്ല. നിങ്ങളുടെ അമ്മയ്ക്ക് അച്ഛനും എന്നും നിങ്ങളിൽ നിന്ന് സങ്കടം മാത്രമേ ഉണ്ടാവൂ, അത് ഉറപ്പാണെന്ന് പറഞ്ഞിട്ട് വേദ അവിടെ നിന്ന് പോകുന്നു. വിക്രമാണെങ്കിൽ, വേദ ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. അതുപോലും കേൾക്കാൻ നിൽക്കാതെ വേദ ഇറങ്ങി പോകുന്നു. അമ്മയും ശ്രീജേടത്തി ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ശ്രീജേടത്തി പറയുകയാണ്, വേദയ്ക്ക് എന്തോ കാര്യമായിട്ട് സങ്കടം പറ്റിയിട്ടുണ്ട്. ഇത് എന്നും വഴക്കിലാണല്ലോ കലാശിക്കുന്നത്. എന്താ കാര്യം എന്നറിയാൻ ഞാൻ വേദയോട് കുറേ സംസാരിച്ചതാ. ആ കുട്ടി ഇന്നേ വരെ എന്നോട് ദേഷ്യം കാണിക്കാത്തതാ. അന്ന് എന്നോട് ഒരുപാട് ദേഷ്യപ്പെട്ടു. എന്താ പറ്റിയെന്ന് അറിയില്ല അമ്മേ. ഇതൊക്കെ കേട്ടിട്ട് അമ്മ പെട്ടെന്ന് വേദയെ കാണാനായിട്ട് അകത്തേക്ക് ചെല്ലുന്നു. അങ്ങനെ വേദ വെള്ളം കുടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അമ്മ പറയുകയാണ്, മോള് പറഞ്ഞതെല്ലാം ഈ അമ്മ കേട്ടു. ഞാനും ശ്രീജയും അപ്പുറത്തെ മുറിയിൽ നിന്ന് പാക്ക് ചെയ്തുകൊണ്ട് നിന്നതാ, എല്ലാം കേട്ടു. മോള് വിചാരിക്കുന്ന പോലെയല്ല, വിക്രമിന് ഇപ്പോൾ നല്ല മാറ്റമുണ്ട്. മോള് വിചാരിച്ചതും അങ്ങനെ തന്നെയല്ലേ? പിന്നെ ശ്രീനിവാസിനെ അവന് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതിന് കാരണം മാഷ് പോലും തള്ളി പറഞ്ഞപ്പോൾ കൂട്ടായിട്ട് താങ്ങായിട്ട് നിന്നത് ആ ശ്രീനിവാസനല്ലേ? അതുകൊണ്ടായിരിക്കും. എന്തായാലും അവൻ മലയ്ക്ക് പോയിട്ട് വരട്ടെ, ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കാം. അപ്പം വേദ പറയുകയാണ്, എനിക്ക് ഒരു ഉറപ്പുമില്ലാമേ വിക്രമിനെ ഇനി മാറ്റിയെടുക്കാൻ പറ്റുമെന്ന്. അപ്പോൾ അമ്മ പറയാം, മോൾ ഇത്രയൊക്കെ ശ്രമിച്ചില്ലേ, ഇനി എന്തായാലും പൂർണ്ണമായിട്ട് അവനെ മാറ്റിയെടുക്കാൻ പറ്റും. മോളുടെ വീട്ടിലേക്ക് ഞാൻ വിളിക്കുന്നുണ്ട്. അപ്പോൾ വേദ പറയുകയാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ലാമേ, അവരൊന്നും വരാൻ പോകുന്നില്ല. അപ്പോൾ കമല പറയുകയാണ്, എന്നാലും സാരമില്ല, എന്ന് വിളിച്ചേക്കാം, അവർ വരുന്നെങ്കിൽ വരട്ടെ. അടുത്തതായിട്ട് കാണിക്കുന്നത് പത്മം ശങ്കരേട്ടനോട് കമല വിളിച്ചതായും അവിടെ വിക്രം മലയ്ക്ക് പോകുന്നതിനുള്ള ചടങ്ങുകളൊക്കെ നടക്കുന്നതായിട്ടും അങ്ങോട്ട് ചെല്ലാനായിട്ട് വിളിച്ചെന്ന് പറയുമ്പോൾ ശ്രീകാന്ത് പറയാ, അങ്ങോട്ടോ? നമ്മളെല്ലാം പോകാനോ? അമ്മയ്ക്ക് എന്താ മതിയായില്ലേ? അവൻ ഒരു കാലത്ത് നന്നാവാൻ പോകുന്നില്ല. അപ്പോൾ ശങ്കരൻ പറയുകയാണ്, അങ്ങോട്ട് പോകുന്നതിന് എനിക്ക് എതിർപ്പില്ല, പക്ഷേ അങ്ങനെയല്ലല്ലോ ചെയ്യേണ്ടത്. വേദ അവളുടെ അമ്മയെ കൂട്ടി ഇവിടെ വന്ന് നമ്മളെ എല്ലാവരെയും ക്ഷണിക്കുകയല്ലേ വേണ്ടത്. അവൾ അങ്ങനെ ചെയ്തില്ലല്ലോ. നിന്നോട് അവൾക്ക് പ്രത്യേക സ്നേഹമൊന്നുമില്ല. അല്ലെങ്കിൽ അപ്പോൾ പത്മം പറയുകയാണ്, അത് ചിലപ്പോൾ നമ്മൾ വഴക്ക് പറഞ്ഞാലെന്ന് കരുതിയാണെന്ന് പറയുമ്പോൾ ശങ്കരൻ പറയാ, അതിന് വിക്രം വേദ ഇവിടെ വരാതിരിക്കുന്നില്ലല്ലോ. നീ ആഹാരം കഴിക്കാതിരുന്നപ്പോൾ അവരല്ലേ ഇവിടെ വന്നത്? പിന്നെന്താ അവർക്ക് ഇവിടെ വന്ന് നിന്നെ ക്ഷണിച്ച? അപ്പോൾ നിന്നോട് എങ്ങനെയാണോ കാണിക്കുന്നത് അത് തന്നെ തിരിച്ചു ചെയ്താൽ മതി. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായല്ലോ? എങ്കിൽ പിന്നെ അങ്ങനെ ആവട്ടെ. അങ്ങനെ പത്മം ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. അടുത്തതായിട്ട് കാണിക്കുന്നത് കമലയാണെങ്കിൽ മാഷിനോട് ഇന്ന് നടന്ന സംഭവങ്ങളെല്ലാം പറയുകയാണ്. വേദയ്ക്ക് എന്തോ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ട്, എന്തോ മാറ്റമുണ്ട്. ആ കുട്ടി നമ്മളിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. വിക്രമിന്റെയും വേദയുടെയും എല്ലാ തെറ്റിദ്ധാരണയും മാറ്റണം. ആ കുട്ടിക്ക് ആ ശ്രീനിവാസനുമായിട്ടുള്ള ബന്ധമാണ് ഇഷ്ടമല്ലാത്തത്. അതെങ്ങനെയെങ്കിലും മാഷ് ഒന്ന് പറഞ്ഞാൽ എന്തായാലും വിക്രം അനുസരിക്കും. മാഷ് ഒന്ന് പറയണം. അപ്പം മാഷ് പറയുകയാണ്, എന്തായാലും 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ, അവൻ മലയ്ക്ക് പോയിട്ട് വരണ്ടേ, എന്നിട്ട് എല്ലാത്തിനും ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അമ്മ പറയും, എങ്കിൽ അത് മതി. അങ്ങനെ മാഷ് വേദയുടെ മാറ്റത്തെ പറ്റി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് അവിടെ ചടങ്ങുകളാണ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും നടക്കുമ്പോൾ വേദ ഓഫീസിൽ പോകാനായിട്ട് റെഡിയാവുന്നു. ഈ സമയം വിക്രം മുറിയിലേക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നീ എന്തിനാ ഇങ്ങനെ മിണ്ടാതെയും ദേഷ്യപ്പെട്ടും നടക്കുന്നത്? നിനക്കറിയാലോ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്നെ സഹായിക്കാൻ ശ്രീനിവാസൻ സാറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ സാറിനൊരാവശ്യം വരുമ്പോൾ ഞാൻ തന്നെയല്ലേ സഹായിക്കേണ്ടത്? എലക്ഷൻ വരെയുള്ള കാര്യമുള്ളൂ, പിന്നെ ഞാൻ ഒന്നിനും പോകില്ല. ഞാൻ പറയുന്നത് കേൾക്കാൻ പറയുമ്പോൾ വേദ അതൊന്നും ശ്രദ്ധിക്കാതെ ഫയലൊക്കെ എടുക്കുന്നു. എന്നിട്ട് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നു. വിക്രാണെങ്കിൽ പുറകെ കിടന്നിട്ട്, നീ ഒന്നും മിണ്ട്, ഞാൻ പറയുന്നൊന്ന് കേൾക്ക് പ്ലീസ് വേദ വേദ എന്ന് വിളിച്ചിങ്ങനെ വേദയുടെ പുറകെ ഇങ്ങനെ പോവാണ്. പെട്ടെന്ന് അമ്മയെ ശ്രീജയെടുത്ത് അവിടേക്ക് വരുമ്പോൾ വിക്രം ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മ ചോദിക്കുക, അല്ല മോളിന്ന് ഓഫീസിൽ പോകുന്നുണ്ടോ? അപ്പോൾ വേദ പറയാം, അത് പിന്നെ ഇന്ന് അത്യാവശ്യമായിട്ട് കുറച്ച് പണികൾ തീർക്കാനുണ്ടെന്ന് പറയുമ്പോൾ അമ്മ പറയാം, എങ്കിൽ പിന്നെ പൂജയ്ക്ക് മുമ്പ് മോളിങ്ങി എത്തിയാൽ മതി, ഉച്ചയ്ക്ക് മുമ്പ് എത്തണേ. അപ്പോൾ വേദ
ശരി അമ്മേ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നു. ഈ സമയം നന്ദിനി ഓടി വന്ന് പറയുകയാണ്, ദേ മുത്തശ്ശി വന്നിട്ടുണ്ട്. അങ്ങനെ മുത്തശ്ശി വീട്ടിലേക്ക് വരുമ്പോൾ വേദയെടുത്ത് വയ്ക്കുക, അല്ല മോളെന്താ ഓഫീസിൽ പോവാണോ? അപ്പോൾ നേരത്തെ എത്തണേ എന്ന് പറയുമ്പോൾ എത്താം മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞിട്ട് വേദ കരഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. മുത്തശ്ശിക്ക് എന്തോ ഡൗട്ട് തോന്നുകയാണ്. അങ്ങനെ വിക്രം ആകെ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി അകത്തേക്ക് കയറി വരുന്നു. അപ്പോൾ മുത്തശ്ശി പറയാ, ആ ഇതാ വന്നപ്പോൾ തന്നെ നാരങ്ങ വെള്ളം കൊണ്ടുവന്നല്ലോ, ഇതെന്ത് പറ്റി? അപ്പോൾ നന്ദിനി പറയാം, മുത്തശ്ശി ഓട്ടോയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഞാനിവിടെ വന്ന് പറഞ്ഞു മുത്തശ്ശി വന്നെന്ന്, അതുകൊണ്ടാ. അപ്പോൾ മുത്തശ്ശി പറയാം, നീ അങ്ങനൊന്നും അല്ലായിരിക്കും പറഞ്ഞത്, ആ അസൂയ തള്ള വന്നെന്നായിരിക്കും പറഞ്ഞത്. അപ്പോൾ നന്ദിനി ദേഷ്യത്തിൽ, അങ്ങനെ എങ്കിൽ അങ്ങനെ തന്നെ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് നന്ദിനി അകത്തേക്ക് പോകുന്നു. ശ്രീജയുടെ ബിസിനസിനെ പറ്റിയൊക്കെ മുത്തശ്ശി തിരക്കുന്നു. എന്നിട്ട് സുധാരൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുകയാണ്, അത് പിന്നെ ഇവിടെ തന്നെ ഉണ്ടതോ, പനിയായണ്ട് റൂമിൽ കിടക്കുകയാണെന്ന് പറയുന്നു. മുത്തശ്ശി അവിടേക്ക് പോകുമ്പോൾ അമ്മ എല്ലാവരോടായിട്ട് പറയുകയാണ്, ഇവിടെ നടന്ന കാര്യമൊന്നും മുത്തശ്ശി അറിയിക്കരുത്. അടുത്തതായിട്ട് കാണിക്കുന്നത് ശ്രീനിവാസന് ഒരു ഫോൺ കോൾ വരുന്നു. അതിൽ പറയുന്നത് വേദ പുതിയൊരു കേസ് ശ്രീനിവാസനെതിരെ ഫയൽ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ശ്രീനിവാസൻ ആ ദേഷ്യം വന്നിട്ട് ഞാൻ വക്കീലിനെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുന്നു. അപ്പോൾ ഭാര്യയാണെങ്കിൽ എന്താ സംഭവം എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ വേദ പുതിയൊരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീനിവാസൻ ഇങ്ങനെ ദേഷ്യത്തോടെ ഇരിക്കുകയാണ്. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.